ഡൽഹിയിൽ നിന്ന് കുറഞ്ഞ വിലയിൽ ഇന്നോവ കാറുകൾ വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് തൃശൂർ സ്വദേശിയിൽ നിന്ന് 22 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ഒളിവിലായിരുന്ന യുവാവ് പോലീസിന്റെ പിടിയിൽ. കാസർഗോഡ് പള്ളിക്കര സ്വദേശി മുഹമ്മദ് തൻസീറിനെയാണ് ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇനി എങ്ങോട്ടെന്നും ഈ മുഖം തന്നെ കാണണമെന്ന് ഉറപ്പാണ്. 100%. 100 വർഷം സുമംഗലിയായിരിക്കട്ടെ. 100 വർഷങ്ങളായ ബന്ധങ്ങൾ, 100% ഉറപ്പ്. ഭീമയുടെ സംശുദ്ധി. താമരയൂർ സ്വദേശി ഫെലിക്സ് ആന്റണി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. 2024 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കുറഞ്ഞ വിലയിൽ 3 ഇന്നോവ കാറുകൾ ഡൽഹിയിൽ നിന്ന് എത്തിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് തൻസീർ ഫെലിക്സിൽ നിന്ന് 22 ലക്ഷം രൂപ കൈക്കലാക്കിയത്. എന്നാൽ പണം പൂർണ്ണമായി വാങ്ങിയ ശേഷം 3 കാറുകൾക്ക് പകരം 1 കാർ മാത്രം നൽകി പ്രതി മുങ്ങുകയായിരുന്നു. പണം തിരികെ ലഭിക്കാതെ വന്നതോടെയാണ് ഫെലിക്സ് ആന്റണി ഗുരുവായൂർ പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് ഒളിവിലായിരുന്ന പ്രതിയെക്കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഒടുവിൽ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് നിന്നാണ് പ്രതിയെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. ഇത്തരത്തിൽ സമാനമായ രീതിയിൽ കുറഞ്ഞ വിലയ്ക്ക് വാഹനം വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്ന് തൻസീർ പണം തട്ടിയതായി പരാതികളുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. ഗുരുവായൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വിപിൻ കെ വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ SI-മാരായ CK ഷാജു, MB പ്രേമൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ജോസ് പോൾ, ജോമോൻ, ലാൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ വലയിലാക്കിയത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കുറഞ്ഞ വിലയ്ക്ക് വാഹനങ്ങളും മറ്റ് സാധനങ്ങളും വാഗ്ദാനം ചെയ്ത് ഓൺലൈൻ വഴിയും അല്ലാതെയും നടക്കുന്ന തട്ടിപ്പുകളിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.